അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ കുറച്ച് വീഡിയോകൾ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. എന്നാൽ വെൽത്തിനേക്കാളും നമ്മുടെ ലൈഫിൽ കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെ, സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ടൈം. നമ്മളെല്ലാവരും പണത്തെ ചേസ് ചെയ്തുകൊണ്ട് ജീവിതം മുഴുവനും പണത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമിനെ സമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിൽ നമ്മളൊക്കെ പരാജിതരാണ്. ഈ വീഡിയോയിൽ റിച്ച് പീപ്പിൾ എങ്ങനെയാണ് സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത്, പുവർ പീപ്പിൾ എങ്ങനെയാണ് സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഒരു 5 പാഠങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റിച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഫിനാൻഷ്യലി റിച്ചായ ആളുകൾ മാത്രമല്ല, ജീവിതത്തിൽ സക്സസ് ആയ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ടൈമിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. നമ്മൾ പലപ്പോഴും പറയും റിച്ചായ ആളുകൾക്ക് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാണ്, അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് അവർ റിച്ചായി തീർന്നത്. സത്യത്തിൽ അതല്ല. അവർക്കും നമുക്കും ഒരുപോലെ കിട്ടുന്ന സമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സമ്പന്നരാകുന്നതും പരാജിതരാകുന്നതും. ഒന്നാമത്തത്, റിച്ച് പീപ്പിൾ ബൈ ടൈം, പുവർ പീപ്പിൾ സെൽ ടൈം എന്നാണ്. അതായത് റിച്ചായ ആളുകൾ സമയത്ത് പണം കൊടുത്തു വാങ്ങുന്നു, പുവറായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ സമയം വിൽക്കുന്നു. നമുക്കറിയാം, നാം ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നാം ഇത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നു, മാസത്തിൽ ഇത്ര ദിവസങ്ങൾ ജോലി ചെയ്യുന്നു, അങ്ങനെ നമുക്ക് മാസാവസാനം ശമ്പളം കിട്ടും. നാം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ സമയത്തെ നാം വിൽക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ എംപ്ലോയർ ഉണ്ട്, നമുക്ക് ജോലി നൽകുന്ന ആളുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നാം നമ്മുടെ സമയത്ത് വിൽക്കുന്നു. അദ്ദേഹമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സമയത്തെ വാങ്ങുന്നത്. അപ്പോ നാം ചിന്തിക്കേണ്ടത്, നാം ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിലും ഒരു ജോലിക്കാരനാണെങ്കിലും നമ്മുടെ സമയത്ത് ഇപ്പോൾ വിൽക്കുന്നയാളാണെങ്കിലും ഒരു ഓവർനൈറ്റ് നമുക്ക് പെട്ടെന്ന് സമയം വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനോ അത്തരം ഒരു സ്കില്ല് നേടാനോ ഒരു ഇൻവെസ്റ്റ്മെന്റിനൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മുടെ ചിന്തയിൽ എപ്പോഴും മറ്റുള്ളവരുടെ സമയത്തെ വാങ്ങാവുന്ന വിധത്തിൽ എനിക്കെങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. സമയത്തെക്കുറിച്ച് ഒന്നാമത്തെ വ്യത്യാസം, പുവറായ ആളുകൾ സമയത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്, റിച്ചായ ആളുകൾ സമയത്തെ വാങ്ങുകയാണ് ചെയ്യുന്നത്. സമയത്തെ വാങ്ങുന്ന അവസ്ഥയിലേക്ക്, അത്തരമൊരു സ്റ്റാറ്റസിലേക്ക് നാം ഉയരുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിച്ച് ആവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ലെസൺ, റിച്ച് യൂസ് ഫ്രീ ടൈം ഫോർ ഗ്രോത്ത്, ജസ്റ്റ് നോട്ട് എന്റർടൈൻമെന്റ്. അതായത് റിച്ചായ ആളുകൾ അവരുടെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, പുവറായ ആളുകൾ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഫ്രീ ആയി കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മൾ റീൽസുകൾ കണ്ടിട്ടും നമുക്ക് ഉപകാരപ്രദമല്ലാത്ത വീഡിയോകൾ കണ്ടിട്ടുമാണ് സമയം ചെലവഴിക്കുന്നത് എന്നതല്ല സത്യം. റിച്ചായ ആളുകൾ ഒരു കൃത്യസമയം അവർക്ക് 1-2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ അവർ വായനക്കും അവർ പഠിക്കാൻ വേണ്ടിയും ഒരു സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ടും അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സമയം ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊരു ദിവസം 2 മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. രാവിലെ അല്പസമയം നേരത്തെ എണീച്ചാൽ 2 മണിക്കൂർ കിട്ടും. ആ സമയം നമ്മുടെ എന്തെങ്കിലും ഒരു സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസം 2 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. ആ 2 മണിക്കൂർ വെറുതെ കിടന്നുറങ്ങാതെ അല്ലെങ്കിൽ നാം എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കാതെ നമ്മുടെ സ്കില്ല് വളർത്താൻ വേണ്ടി, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. എന്നാൽ ഒരു വർഷം കൊണ്ട് ഒരു കാര്യമായ ഗ്രോത്ത് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ നിങ്ങളായിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ. വാട്ട് യു ഡു ഇൻ യുവർ ഫ്രീ ടൈം ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ എന്നാണ്. അതായത് ഇന്നത്തെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്ഹഹത്ത് വൽ ഫറാഗ്. കൂടുതൽ ആളുകളും ഉപയോഗിക്കാതെ പോകുന്ന ഏറ്റവും നല്ല 2 അനുഗ്രഹങ്ങളുണ്ട്. അത് ആ അനുഗ്രഹങ്ങളുള്ള സമയത്ത് അവർ അതേക്കുറിച്ച് ചിന്തിക്കൂല. ഉപയോഗിക്കുന്നതിൽ അവർ പരാജിതരാണ്. ഒന്ന് അസ്ഹഹത്ത്, ആരോഗ്യമാണ്.
മറ്റൊന്നൽ ഫറാഹു ഫ്രീ ടൈം ആണ് എന്നാണ്. അപ്പൊ ഫ്രീ ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു? റിച്ചായ ആളുകൾ ഏറ്റവും അവരുടെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, പുവറായ ആളുകൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ചാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. മൂന്നാമത്തെ ലെസൺ, റിച്ചായ ആളുകൾ ലോങ് ടൈം ഗെയിൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം പുവറായ ആളുകൾക്ക് ഐ നീഡ് മണി നൗ, എനിക്ക് ഇപ്പൊ മണി വേണം, ഇപ്പൊ പണം വേണം എന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കാനും ഭാഗ്യക്കുറികൾ പരീക്ഷിക്കാനൊക്കെ എപ്പോഴും പാവപ്പെട്ട ദരിദ്രരായ ആളുകളാണ് ഉണ്ടാവുക. റിച്ചായ ആളുകൾ എവിടെയും ലോട്ടറി എടുക്കാറില്ല, അതിന് ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് അവർ തയ്യാറാവില്ല. 5 വർഷം കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന ഇൻകത്തെ കുറിച്ചോ അല്ലെങ്കിൽ 10 വർഷത്തിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും റിച്ച് പീപ്പിൾ ചിന്തിക്കുന്നത്. അതേസമയം പുവറായ ആളുകൾ എപ്പോഴും പെട്ടെന്ന് വേണം, ഇപ്പോ തന്നെ കിട്ടണം എന്ന മൈൻഡായിരിക്കും. പെട്ടെന്ന് വേണമെന്നൊരു ചിന്താഗതി മാറ്റിയെടുക്കുക എന്നതാണ് മൂന്നാമത്തെ ലെസൺ. നാലാമത്തെ ലെസൺ, റിച്ചായ ആളുകൾ അവരുടെ ടൈമും ദിവസവും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേസമയം പുവറായ ആളുകൾ, ദരിദ്രനായ ആളുകൾ അവർക്ക് അവരുടെ സമയത്ത് എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് യാതൊരു പ്ലാനും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആരെങ്കിലും വിളിക്കുമ്പോൾ എവിടേക്കെങ്കിലും പോകുന്നു. ഒരു പ്ലാനും അവരുടെ ദിവസത്തെക്കുറിച്ച് പുവറായ ആളുകൾക്ക് ഉണ്ടാവില്ല. അതേസമയം റിച്ചായ ആളുകൾ അവരുടെ ഓരോ മിനിറ്റുകളും അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോ സമയത്തെക്കുറിച്ചുള്ള നാലാമത്തെ ലെസൺ, നമ്മുടെ സമയത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. റിച്ചായ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ദരിദ്രരായ ആളുകൾ പലപ്പോഴും റാൻഡം ആയിട്ട് എങ്ങനെയെങ്കിലും അവരുടെ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നു. ആരാണോ എവിടേക്കാണോ വിളിക്കുന്നത് അവിടേക്കൊക്കെ പോകാൻ തയ്യാറാണ് എന്നതാണ് ദരിദ്രരായ ആളുകളുടെ മൈൻഡ് സെറ്റ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി അടുത്ത ദിവസം ഒരു 10 മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തി അടുത്ത ദിവസം എനിക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് തീരുമാനിക്കുക. വീക്കെൻഡിൽ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് തീരുമാനിക്കുക. മന്തില് അടുത്ത മാസത്തില് എന്റെ ഒരു മാസത്തെ ഞാൻ ഈ ഒരു മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിന് എങ്ങനെയൊക്കെ എന്റെ ദിവസങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചൊരു ധാരണ, ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിന് പരിഹാരം. അഞ്ചാമത്തെ ലെസൺ രാത്രിയെ കുറിച്ചാണ്. അതായത് രാത്രി സമയം റെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഡേ, അടുത്ത ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ ഒരു എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി റെസ്റ്റിന് വേണ്ടിയിട്ടാണ് റിച്ച് പീപ്പിൾ ഉപയോഗിക്കുന്നത്. അതേസമയം ദരിദ്രരായ ആളുകൾ അവരുടെ രാത്രി സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്ത് വീഡിയോകൾ കണ്ട് വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. അവർക്ക് വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരു എനർജറ്റിക് ആയ രീതിയിൽ അടുത്ത ദിവസം ഉണരാൻ സാധിക്കുന്നില്ല. എന്നാൽ റിച്ചായ ആളുകൾ അവരുടെ റെസ്റ്റ് ടൈം നെക്സ്റ്റ് ഡേ കൂടുതൽ എനർജിയോടുകൂടി എഴുന്നേൽക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അതെ, അവരുടെ ഉറക്കത്തിന് പോലും ഒരു പർപ്പസ് ഉണ്ട്. നെക്സ്റ്റ് ഡേക്ക് വേണ്ടി റീചാർജ് ചെയ്യുക എന്ന, ശരീരത്തെ റീചാർജ് ചെയ്യുക എന്നതാണത്. അതായത് കൂടുതൽ എനർജിയോടുകൂടി നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കം, ഒരു റെസ്റ്റ് അവർക്ക് കിട്ടുന്നു എന്നതാണ് സത്യം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു കോട്ടുണ്ട്, early to bed, early to rise makes a man healthy, wealthy and wise. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അതൊരാളെ ഹെൽത്തിയും വെൽത്തിയും സമ്പന്നനുമാക്കുമെന്ന്. അതെ, 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നാം നമ്മുടെ പണത്തിന്റെ പുറകെ ഓടുന്നതിന് പകരം സമയത്ത് ഇതേ രീതിയിൽ റിച്ച് പീപ്പിൾ ഉപയോഗിക്കുന്ന പോലെ നാം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും സമ്പത്ത്, വെൽത്ത് നമ്മിലേക്ക് വരിക തന്നെ ചെയ്യും. ദിവസവും 2 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഒന്ന്, ഞാൻ എൻ്റെ സമയത്ത് വെറുതെ സ്പെൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ ഞാൻ എൻ്റെ അടുത്ത കാലത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? സമയത്തെ വെറുതെ സ്പെൻഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. റിച്ച് പീപ്പിൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൂർ പീപ്പിൾ അവർ അവരുടെ സമയത്തെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു ചോദ്യം കൂടെയുണ്ട്, എൻ്റെ ഫ്രീ ടൈം എൻ്റെ ഗ്രോത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നിൽക്കാനാണോ എന്നെ സഹായിക്കുന്നത്? എന്റെ ഗ്രോത്തിന് വേണ്ടി എന്റെ ഫ്രീ ടൈം ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക, പ്ലാൻ ചെയ്യുക. നല്ലൊരു ഭാവി നേരുന്നു. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.